ജെറുസലേമിലാണ് വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം ഇസഹാക്കിനെ ബലി കൊടുക്കുവാൻ തയ്യാറായ പ്രദേശമായ മോറിയാമല സ്ഥിതി ചെയ്യുന്നത്. ആയതിനാലാണ് ഇസ്രായേൽ രാജാവായ ദാവീദ് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ജെറുസലേമാക്കുവാൻ തീരുമാനിച്ചത്. ദാവീദ് രാജാവിന് തൻ്റെ ദൈവമായ കർത്താവിനായി ഒരാലയം പണിയുവാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. എന്നാൽ പിൽക്കാലത്ത് ദാവീദിൻ്റെ മകനായ സോളമൻ തൻ്റെ പിതാവിൻ്റെ ആഗ്രഹം സഫലീകരിച്ചു. ബൈബിളിൽ 1 രാജാക്കന്മാർ 5:13 ജെറുസലേം ദേവാലയ നിർമ്മാണത്തെക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും മോചിതരായതിൻ്റെ 480 വർഷം, അതായത് സോളമൻ്റെ 4ാം ഭരണവർഷത്തിലാണ് ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചത്. മഹാനായ സോളമൻ രാജാവ് അതിവിപുലമായ നിർമ്മാണ വൈദഗ്ധ്യത്തോടെയാണ് ദേവാലയം നിർമ്മിച്ചത്. 40 വർഷം കൊണ്ടാണ് സോളമൻ രാജാവ് ജെറുസലേം ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചത്. മാർക്കോസിൻ്റെ സുവിശേഷം 13 അധ്യായം 1-20 വാക്യങ്ങളിൽ ഇപ്രകാരം കാണാം: യേശു ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, ഗുരോ, നോക്കൂ, എത്ര വലിയ കല്ലുകൾ, എത്ര വിസ്മയകരമായ സൗധങ്ങൾ. അവൻ പറഞ്ഞു, ഈ മഹാസൗധങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ ഇവയെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. ദൈവപുത്രനായ യേശുവിൻ്റെ വാക്കുകൾക്ക് മാറ്റമുണ്ടായില്ല. അവിടുന്ന് പ്രവചിച്ചത് നിറവേറ്റപ്പെട്ടുവെന്നത് ചരിത്രം സാക്ഷീകരിക്കുന്ന കാഴ്ചയാണ് ഈ വിലാപമതിൽ. യേശുവിൻ്റെ മരണശേഷം AD 70 റോമൻ ഭരണാധികാരിയായ ടൈറ്റസ് യഹൂദന്മാരെ ആക്രമിക്കുകയും ജെറുസലേം ദേവാലയം തകർക്കുകയും ചെയ്തു. ലോകമാസകലം ചിതറിക്കപ്പെട്ട യഹൂദർ 1946 ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് തങ്ങളുടെ മാതൃരാജ്യമായ ഇസ്രായേലിൻ്റെ മണ്ണിൽ തിരിച്ചെത്തി. കാലങ്ങളായുള്ള യഹൂദ ജനതയുടെ ആഗ്രഹമാണ് തകർക്കപ്പെട്ട തങ്ങളുടെ ദേവാലയം പുനരുദ്ധരിക്കുക എന്നത്. എന്നാൽ ഇന്ന് വരെ അവർക്കതിന് സാധിച്ചിട്ടില്ല. ഇത് യഹൂദ റബ്ബികളാണ്. അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ തോറ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ടൂറിസ്റ്റുകൾക്ക് ഈ ഭാഗത്ത് പ്രവേശിക്കണമെങ്കിൽ നിർബന്ധമായും ശിരസിൽ മൂടുപടമോ തൊപ്പിയോ ധരിച്ചിരിക്കണം. യഹൂദ ജനതയുടെ ഏറ്റവും വിശേഷപ്പെട്ട സ്ഥലമാണ് ഈ വിലാപമതിൽ. ഈ കാണുന്ന ദേവാലയ അവശിഷ്ടത്തിന് 160 അടി നീളവും 60 അടി ഉയരവുമുണ്ട്. വിലാപമതിലിൽ ശിരസമർത്തി ജെറുസലേം ദേവാലയം പുനരുദ്ധരിക്കാനായി യഹൂദന്മാർ ദൈവ തിരുമുൻപിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണിത്. യഹൂദർ തങ്ങളുടെ പ്രാർത്ഥനയോടൊപ്പം നിയോഗങ്ങളടങ്ങിയ കുറിപ്പുകൾ വിലാപമതിലിൻ്റെ വിടവുകളിൽ സമർപ്പിക്കുന്നത് നമുക്ക് കാണാം. വിലാപമതിലിൻ്റെ ഈ ഭാഗത്താണ് സ്ത്രീകളുടെ പ്രാർത്ഥന നടക്കുന്നത്. ഈ കാണുന്ന കല്ലുകൾക്ക് ഏകദേശം 5 ടണ്ണോളം ഭാരമുണ്ട്. മുൻകാലങ്ങളിൽ ഇത്തരം സംവിധാനങ്ങളിൽ കൂടിയാണ് കല്ലുകളും മറ്റും കൊണ്ടുവന്നിരുന്നത്. അതിൻ്റെ മോഡലുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു.